everyone and welcome back. Iamilhan. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ഇൻഫെക്ഷൻ ആയിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. മെസ്സേജ് അയച്ചും പിന്നെ നമ്മുടെ പഴയ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പുതിയ വീഡിയോ വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഒരു അടിപൊളി പൂക്കളുടെ അല്ലെങ്കിൽ ചെടികളുടെ കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത്. സെയിൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പൂക്കളുടെയൊക്കെ കാലമാണല്ലോ, നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന അടിപൊളി സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ്സും ഒന്ന് രണ്ട് പുതിയ പ്ലാന്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. 30 രൂപ മുതലുള്ള പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ആദ്യത്തെ പ്ലാന്റ് ഡാലിയ പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഡാലിയ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. റെഡ്, ഓറഞ്ച്, വൈറ്റ്, യെല്ലോ, പിങ്ക്, ഡാർക്ക് പിങ്ക്, ഇത്രയും കളേഴ്സാണുള്ളത്. അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും തരാൻ പറ്റുക കേട്ടോ. എല്ലാവർക്കും തരാൻ ഓരോ കളേഴ്സും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണുള്ളത്. 50 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 100 രൂപയുടെ പ്ലാന്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 50 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെയുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഡാലിയ പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്ത പ്ലാന്റ് ഇംപേഷ്യൻ്റ് പ്ലാന്റ് ആണ്. ഒരുപാട് ഫാൻസ് ഉള്ളൊരു പ്ലാന്റ് ആണിത്. എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ്. നമുക്ക് തണലത്ത് വളർത്തി നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ കമ്പുകൾ കുത്തി പിടിപ്പിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റുമാണ്. എല്ലാവരുടെയും ഒരു ഇഷ്ട പ്ലാന്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് നേരത്തെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു കളർ പൂക്കളാണ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. ഒരു പീച്ച് കളർ, അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്കും വൈറ്റും കൂടി ഒരു വേരിയേഷൻ ടൈപ്പ് വരുന്ന ഒരു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഈ 2 വെറൈറ്റീസ് ആണുള്ളത്. അപ്പോൾ കൂടുതലും നമ്മുടെ കയ്യിലുള്ളത് പീച്ച് കളർ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് അതായത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് 60 രൂപയാണ്. 60 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇംപേഷ്യൻ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് ബാൽസം പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഒരുപാട് പേര് അന്ന് വാങ്ങിക്കാൻ വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കായി എന്ന് എനിക്ക് പറഞ്ഞു വിടേണ്ട ഒരു പ്ലാന്റും കൂടി ആയിരുന്നു ഇത്. അപ്പോൾ അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് ലിസാന്തസ് എന്നാണ്. നല്ല അടിപൊളി പൂക്കൾ എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇത് സീസണൽ പ്ലാന്റ് അല്ല, എന്നും പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റോസ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റോസാപ്പൂവിനെ വെല്ലുന്ന സൗന്ദര്യമാണ് ഈ പ്ലാന്റിനുള്ളത് കേട്ടോ, ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. ഇത് നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അധികം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കേടായി പോവും. അപ്പോൾ നേരിട്ട് വെയിലടിക്കാത്ത എന്നാൽ വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 180 രൂപയാണ്. 180 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ പൂക്കളും നിറയെ മുട്ടുകളും ഒക്കെ വന്നിട്ടുള്ള നല്ല തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. റോസാപ്പൂവാണെന്ന് നമുക്ക് തോന്നില്ലേ, പക്ഷെ അതിലും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചോളൂ. അടുത്തത് സീനിയ പ്ലാന്റ് ആണ്. സീനിയയുടെ ഡ്വാർഫ് വെറൈറ്റിയാണ്. അധികം പൊക്കം വെച്ച് പോവാതെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് വില വരുന്നത് 50 രൂപയാണ്. നല്ല അടിപൊളി പൂക്കളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഓറഞ്ച് കളർ വെറൈറ്റി പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും വേറൊരു കളറാണ് ശരിക്കും ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിറയെ പൂക്കളും അതുപോലെ മുട്ടുകളും ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക്
തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് 50 റുപ്പീസാണ് വില വരുന്നത്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഈ സീനിയർ പ്ലാന്റ് ഒരു സീസണൽ പ്ലാന്റ് ആണ്. പക്ഷേ നമുക്ക് ഈ ചെടി നശിച്ചു പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും. കണ്ടോ, ഇതിന് നിറയെ മുട്ടുകളൊക്കെ ഉണ്ട്, നിറയെ പൂക്കളുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ സീനിയർ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്ത പ്ലാന്റ് ജെട്രോപ്പ എന്ന് പേരുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും. ഇതിൻ്റെ ഇലകൾ ഒരു വെരിഗേഷൻ ടൈപ്പ് ഇലകളാണ് വരുന്നത്. ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ചട്ടിയിലല്ലാതെ നേരിട്ട് നിലത്ത് മണ്ണിൽ നടുകയാണെങ്കിൽ നല്ല വലിപ്പം വയ്ക്കുന്ന, നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിയൊരു മരത്തിൻ്റെയൊക്കെ ഒരിതിൽ വരുന്ന, വലിയ മരമല്ല, ചെറിയ രീതിയിലുള്ളൊരു മരത്തിൻ്റെയൊക്കെ അത്രയും ഹൈറ്റ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ചട്ടിയിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നന്നായിട്ട് ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും അതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 70 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ തൈയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ 70 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് പൻഡാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതും നല്ല അടിപൊളി പൂക്കളാണ് ഉണ്ടാവുന്നത്. അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണിത്. നമ്മൾ ആദ്യം ജെട്രോപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ പൂക്കളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ സെയിലിനുള്ളത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് റോസ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. 50 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. 50 റുപ്പീസാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഉള്ള പൂക്കൾ ഇത്രയും ഉള്ള ചെടികളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിലുള്ളതും അതുപോലെ ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള പൂക്കളുള്ള ചെടികളും ഉണ്ട്. അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ, കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് ഈ കളർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതുണ്ടെങ്കിൽ ആ സമയത്ത് തരാം. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ 50 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില. അപ്പോൾ അടുത്തത് വിൻക ഫ്ലവേഴ്സ് ആണ്. ആദം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പ്ലാന്റിനെ പറയാറുണ്ട്. വിൻക എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വിൻക പ്ലാന്റിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിലെ പൂക്കൾ ഒരു റെഡ് കളർ പൂക്കളാണ് ഉണ്ടാവുന്നത്. നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 30 രൂപയാണ് വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റും എന്നും പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. സീസണൽ പ്ലാന്റ് അല്ല, എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാവും. നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. 30 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത്ര വില കുറച്ച് കാണേണ്ട ഒരു പ്ലാന്റ് അല്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഗാർഡനിൽ പൂക്കളുണ്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇഷ്ടമായാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ചെമ്പരത്തിയുടെ തൈകളാണ്. നല്ല ഓറഞ്ച് കളറിൽ പൂക്കളുണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. എന്ത് ഭംഗിയാണ് നോക്കി ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ ഇപ്പോൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാന്റിന് 80 റുപ്പീസാണ് കേട്ടോ. 80 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പലരും പറയാറുണ്ട് നഴ്സറിയിൽ നിന്ന് ചെമ്പരത്തി ചെടി വാങ്ങിയിട്ട് പിന്നീട് അതിൽ പൂക്കളുണ്ടായില്ല എന്നുള്ള കാര്യം. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഏത് ചെടിയാണെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ പരിപാലിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് ചെടികൾ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാവുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് നമുക്ക് അടുത്തതായിട്ട് സെയിലിനുള്ള പ്ലാന്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ല വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. 80 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. അപ്പോൾ ചെമ്പരത്തി പൂക്കൾ ഇഷ്ടമുള്ളവർ, ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് റോസാ ചെടികൾ. അപ്പോൾ റോസാ ചെടി ഇതേ വന്നിട്ടുണ്ട്. റോസാ ചെടിയുടെ ബട്ടൺ റോസാണ് നമുക്കിപ്പോൾ സെയിലിന് ഉള്ളത്. ബട്ടൺ റോസിൽ അറിയാലോ, പേര് പോലെ തന്നെ നിറയെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ബട്ടൺസിൻ്റെ അത്രയും ചെറുതൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ വലിയ പൂക്കളാണ്. നിറയെ ഇങ്ങനെ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ ബട്ടൺ റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട്. 80 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണ്
എന്താണെന്ന് നോക്കുക, ഇങ്ങനെ കൊലകുത്തി പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ടും. ഈ ഒരു കളർ വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 80 റുപ്പീസാണ് ഈ പ്ലാന്റിന് വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത്. അപ്പം ബട്ടൺ റോസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് നമ്മൾ കാണിച്ച പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സൊക്കെ അയച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ ചെടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ പുതിയ അടിപൊളി ചെടികളുടെ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വന്നിട്ട് അതെല്ലാം കാണാം. അവിടുന്ന് ചെടികളൊക്കെ കാർട്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും FBയിലും ഓരോ പേജുണ്ട്. ഇൽഹാൻസ് പാരഡൈസ് എന്ന പേരിൽ ഓരോ പേജുണ്ട്. അപ്പോൾ പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും സാധിക്കുന്നവരൊക്കെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye.